കാർഡ് ക്യാൻസൽ ആയാൽ റേഷൻ സബ്സിഡി കിട്ടില്ല, ഫുഡ് ബെനിഫിറ്റ്സ് നഷ്ടമാകും, വീണ്ടും അപ്ലൈ ചെയ്താൽ ഡിലേ ഉണ്ടാകും, ഫാമിലിക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകും, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഓർ ലോവർ ഇൻകം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് ബി.പി.യിലാണോ അതോ എ.പി.യിലാണോ? റേഷൻ കാർഡ് ക്യാൻസൽ ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേരളത്തിൽ ഇപ്പോൾ വലിയൊരു വെരിഫിക്കേഷൻ നടക്കുകയാണ്. പലരും ഇത് സീരിയസ് ആയി എടുക്കുന്നില്ല. അത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ഇതിന്റെ ട്രൂത്ത് എന്താണെന്നാൽ ചില കാർഡുകൾ ആൾറെഡി ഇന്നാക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആരുടെ കാർഡുകളാണ് അപകടത്തിൽ? ഈ പ്രശ്നം സോൾവ് ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഫുൾ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അച്ഛനും അമ്മയും 2 കുട്ടികളുമുള്ള ഒരു സാധാരണ കുടുംബം. അവരുടെ റേഷൻ കാർഡ് ബി.പി.എൽ കാറ്റഗറിയിൽപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് റെഗുലർലി അവർക്ക് റേഷൻ സബ്സിഡി കിട്ടിയിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കൾ വലുതായി, അവരുടെ ഇൻകം നല്ല രീതിയിൽ ഇൻക്രീസ് ആയി. അതിന് കാരണമായത് മകന് നല്ല ഒരു ജോബ് കിട്ടിയതാണ്. നല്ല കാര്യം. പക്ഷേ ഒരു മിസ്റ്റേക്ക് അവർ ചെയ്തു, അല്ലെങ്കിൽ മറന്നു. അവരുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തില്ല. ഒരു ദിവസം സർക്കാർ ഉദ്യോഗസ്ഥർ വെരിഫിക്കേഷന് വന്നപ്പോൾ സിസ്റ്റം അവരുടെ ഇൻകം ക്രോസ് ചെക്ക് ചെയ്തു. ആധാർ ഡാറ്റ മാച്ച് ചെയ്തു. ഇവർ ഇനി ബി.പി.എൽ കാറ്റഗറിക്ക് എലിജിബിൾ അല്ല എന്ന് മനസ്സിലായി. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ആൾമോസ്റ്റ് ഓരോ വീടിനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ആദ്യം നമുക്ക് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലാക്കാം. സർക്കാർ ഇപ്പോൾ റേഷൻ കാർഡുകളുടെ റീവെരിഫിക്കേഷൻ പ്രോസസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സഡൻലി വന്ന ഒരു കാര്യമല്ല. ഇതിനു മുമ്പ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി പെൻഡിംഗ് ആയിരുന്ന കറക്ഷൻ പ്രോസസ്സാണ് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയി നടപ്പിലാക്കുന്നത്. ശ്രദ്ധിക്കണം, എന്തിനാണ് ഇത് ചെയ്യുന്നത്? പല ആളുകളും എലിജിബിലിറ്റി ഇല്ലാതിരുന്നിട്ടും ബെനിഫിറ്റ്സുകൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇൻകം ഇൻക്രീസ് ആയിട്ടും കാറ്റഗറി ചേഞ്ച് ചെയ്യാതെ തുടരുന്നു. ഉദാഹരണത്തിന്, മുമ്പ് ബി.പി.എൽ ആയിരുന്ന ഒരു കുടുംബത്തിന് ഇപ്പോൾ നല്ല ഇൻകം ഉണ്ട്, എന്നാൽ അവർ ഇപ്പോഴും സബ്സിഡി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് കൂടുതൽ അപകടത്തിൽ? 1. ഹൈ ഇൻകം ഉള്ളവർ, പക്ഷേ ബി.പി.എൽ കാർഡ്. നിങ്ങളുടെ ഇൻകം ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഡിറ്റക്ട് ചെയ്താൽ കാർഡ് ക്യാൻസൽ ആകാം. 2. ഗവൺമെന്റ് ജോബ് ഓർ സ്റ്റേബിൾ സാലറി ഫാമിലീസ്. ഇവർക്ക് സാധാരണ സബ്സിഡി എലിജിബിൾ അല്ല. പലരും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന്, നേരത്തെ ബി.പി.എൽ ഒരു ഫാമിലിയിലെ അംഗത്തിന് ഗവൺമെന്റ് ജോലി കിട്ടി. അതിനുശേഷവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ സൗജന്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുക. ഇത് കുറ്റകരമാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. 3. ആധാർ ലിങ്ക് ചെയ്യാത്തവർ. ഇത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ കാർഡ് ഇൻവാലിഡ് ആയി കാണിക്കും. 4. ലോങ് ടൈം റേഷൻ വാങ്ങാത്തവർ. അതായത് തുടർച്ചയായി മാസങ്ങളോളം റേഷൻ വാങ്ങാതിരുന്നാൽ സിസ്റ്റം അത്തരം കാർഡുകളെ ഇന്നാക്റ്റീവായി കൺസിഡർ ചെയ്യും. അതായത് തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അയോഗ്യമെന്ന് കണ്ടാൽ പൊതുവിഭാഗത്തിലേക്ക് അഥവാ നീല വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ഇത്തരത്തിൽ ഒഴിവ് വരുന്ന മുൻഗണനാ കാർഡുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള അർഹരായ കുടുംബങ്ങൾക്ക് നൽകും. 5. റോങ് ഡീറ്റെയിൽസ് ഉള്ളവർ. അതായത് അഡ്രസ്, ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ്, ഇൻകം മിസ്മാച്ച് തുടങ്ങി തെറ്റുകൾ വന്നിട്ടുള്ള കാർഡുകൾ ഇഗ്നോർ ചെയ്യരുത്. എന്റെ കാർഡ് സേഫ് ആണ് എന്ന് കരുതുന്നവരാണെങ്കിലും ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം സിസ്റ്റം ബേസ്ഡ് ചെക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ വെരിഫിക്കേഷൻ എങ്ങനെ നടക്കുന്നു? ആധാർ ലിങ്കിങ് ചെക്ക്, ഇൻകം വെരിഫിക്കേഷൻ, ഡാറ്റാബേസ് ക്രോസ് ചെക്ക്, ഫീൽഡ് ഉദ്യോഗസ്ഥർ വീടുകൾ വിസിറ്റ് ചെയ്യാം, EKYC അപ്ഡേറ്റ് കമ്പൽസറി ആകാം. കേരളത്തിൽ റേഷൻ കാർഡ് പുനഃപരിശോധനയും EKYC അപ്ഡേഷനും നിലവിൽ നിർബന്ധമാണ്. അനർഹരായ ഉടമകളെ കണ്ടെത്തുന്നതിനും മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ഒഴിവാക്കുന്നതിനും ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടികൾ. EKYC എന്താണ്? നിങ്ങളുടെ ഐഡന്റിറ്റി
ഡിജിറ്റലായി കൺഫേം ചെയ്യുന്നതാണ് eKYC. റേഷൻ കാർഡിലെ മെമ്പേഴ്സിന്റെ വിവരങ്ങൾ ആധാറുമായി ഒത്തുനോക്കി അപ്ഡേറ്റ് ചെയ്യുന്ന പ്രക്രിയ. ചിലപ്പോൾ പ്ലീസ് അപ്ഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്ന് മെസ്സേജ് വരാം. ഇത് ഇഗ്നോർ ചെയ്യരുത്. ഗവൺമെന്റ് ഇപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. മാനുവൽ ചെക്കിംഗ് പ്ലസ് ഡിജിറ്റൽ വെരിഫിക്കേഷൻ കമ്പൈൻ ചെയ്യുന്നു. ഇതിന്റെ റിസൾട്ട് എലിജിബിൾ ആണെങ്കിൽ സേഫ്, എലിജിബിൾ അല്ലെങ്കിൽ കാർഡ് ക്യാൻസൽ ഓർ ഡൗൺഗ്രേഡ് ഇത് സംഭവിക്കാം. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും കാർഡ് പോകാം. ഇത് പലർക്കും അറിയില്ല. റേഷൻ കാർഡ് മുൻഗണന പട്ടിക അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി അനർഹരെ കണ്ടെത്താൻ വീടുകളിൽ നേരിട്ടുള്ള പരിശോധനകൾ, ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ കർശനമാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ ആധാർ കാർഡ് ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി റേഷൻ ഷോപ്പിലോ അക്ഷയ സെന്ററിലോ പോകാം. eKYC കംപ്ലീറ്റ് ആണോ എന്ന് പരിശോധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ബയോമെട്രിക് അപ്ഡേറ്റ് ആവശ്യമാണ്. ഇൻകം ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. കാർഡ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ആക്റ്റീവ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻക്വയറി നടത്തുക. വെയിറ്റ് ചെയ്യാതെ പ്രോ ആക്റ്റീവ് ആകുക. സ്മാൾ ആക്ഷൻ ഇപ്പോൾ എടുത്താൽ വലിയൊരു പ്രശ്നം അവോയ്ഡ് ചെയ്യാം. അനർഹമായി മുൻഗണന കാർഡ് കൈവശം വെച്ചിട്ടുള്ളവർക്ക് ശിക്ഷാ നടപടികൾ ഒഴിവാക്കാനായി സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ വഴിയോ താലൂക്ക് സപ്ലൈ ഓഫീസിലോ സ്വമേധയാ ആപ്ലിക്കേഷൻ നൽകി കാർഡ് കാറ്റഗറി മാറ്റാവുന്നതാണ്. ഒരു കാര്യം ക്ലിയറായി മനസ്സിലാക്കണം. കാർഡ് ക്യാൻസൽ ആയാൽ റേഷൻ സബ്സിഡി കിട്ടില്ല, ഫുഡ് ബെനിഫിറ്റ്സ് നഷ്ടമാകും, വീണ്ടും അപ്ലൈ ചെയ്താൽ ഡിലേ ഉണ്ടാകും, ഫാമിലിക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകും, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഓർ ലോവർ ഇൻകം. അതുകൊണ്ട് ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. ഈ വെരിഫിക്കേഷൻ പ്രോസസ് ചെറിയ കാര്യമല്ല, സീരിയസ്ലി എടുക്കണം. നിങ്ങളുടെ കാർഡ് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.